ഇത് ഗംഗാവാലി പുഴ. ഈ പേര് നമ്മൾ കേട്ടിട്ട് അധികം നാളായിട്ടില്ല. വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഗോകർണം വരെ വന്നതാണ്. ഗോകർണത്തിൽ നിന്ന് ഏകദേശം ഒരു 10, മാക്സിമം പോയ 10-15 കിലോമീറ്റർ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്കുള്ളൂ. അപ്പം ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, ഇത് ഷിരൂരാണ്. ഷിരൂര് അങ്കോള എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പം അന്ന് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട, ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് നഷ്ടമായ ഒരു സ്ഥലമാണിത്. അതായത് വളരെ വളരെ അതിഭീകരമായ ഒരു സ്ലൈഡിങ് നടന്ന ഒരു സ്ഥലമാണ്. ഈ പാലം ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പോഴും ഇതിന്റെ രണ്ട് സൈഡിലും വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നുണ്ട്. ലോറികളെല്ലാം ധാരാളം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കാണുന്നുണ്ടല്ലോ അല്ലെ, ധാരാളം വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടികളെല്ലാം വരികയും പാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഇതാണ് സ്ഥലം, ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലം. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോയിലോ കാണുമ്പോഴത്തേക്ക് ഇത്ര മനസ്സിലാവില്ല അതിന്റെ ഭീകരാവസ്ഥ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിന്റെ ഒരു ഭീകരാവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അവിടെ ആ ദൂരെ കാണുന്നതാണ് ആ ടവറെല്ലാം. ആ ടവറെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അങ്ങ് ഒടിഞ്ഞ് പിരിഞ്ഞ് കിടക്കുകയാണ് ടവറെല്ലാം. അത്ര ഫോഴ്സിലായിരുന്നു അത് വന്നത്. ഈ ഒരു വലിയ വീതി കൂടിയ നദിയാട്ടോ ഇത്. ആ നദിയിൽ നിറച്ചും ആ സ്ലൈഡ് ചെയ്ത് വന്ന ആ മണ്ണ് ഇപ്പോഴും ഫില്ലായി കിടക്കുകയാണ്. അതിന്റെ നടുക്കായിട്ട്, നദിയുടെ നടുക്കായിട്ട് നിറച്ചും മണ്ണ് കിടക്കുകയാണ്. ഇപ്പോഴും കൂമ്പാരം തന്നെ കിടപ്പുണ്ട് ഇവിടെ. ഒരുപാട് ദിവസം നമ്മൾ വാർത്തകൾക്ക് മുന്നില് എപ്പോഴാണ് ഇതിന്റെ ഒരു ഇത് എപ്പോഴാണ് വണ്ടി കിട്ടുക എന്നൊക്കെ ഓർത്ത് നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാര് നോക്കിയിരുന്നിട്ടുണ്ട്. ഞാനെല്ലാം ഒരുപാട് ദിവസം ന്യൂസ് ചാനൽ വെച്ച് ഇതിന്റെ ഒരു എന്തായി എന്ന് അറിയാനുള്ള രീതിയിൽ ഇരുന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമ്മൾ കേരളം മൊത്തം ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു മുന്നേ നമ്മൾ കണ്ടതാണ് ആ ടയർ കട. അന്ന് നമ്മൾ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ചായക്കട ഉണ്ടായിരുന്നത്. അവരാരും ഇപ്പം ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും വേറെ മറ്റുള്ള 1-2 കടകളുണ്ട് കേട്ടോ, ഫുഡിന്റെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 1-2 കടകളുണ്ട്. പിന്നെ വേറെ വലിയ കടകളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം പോകുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം. ചായയോ ചെറിയ ഐറ്റംസൊക്കെയുള്ള ചെറിയ കടകളാണ് ഉള്ളത്. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ പാകം ചെയ്യുന്ന ഡ്രൈവേഴ്സിനൊക്കെ വാങ്ങാനുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ കടകളിലുണ്ട്. ഈ പുഴേന്റെ വീതി കണ്ടില്ലേ, നല്ല ഒരു വലിയ പുഴയായത്. നമുക്കിത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഭയങ്കര നല്ല വീതി കൂടിയ പുഴയാണ്. അതിന്റെ ആ മണ്ണ് വന്ന് വീണതിന്റെ ശക്തിയിലാണ് അക്കരക്കരയിൽ ഉണ്ടായിരുന്ന ആ വീടുകളെല്ലാം പൂർണ്ണമായി, അതായത് തറ പോലും ഇല്ലാണ്ട് നാമാവശേഷമായി പോയി. ഇവിടുന്ന് ഇത്രയും ആ കിടക്കുന്ന പോർഷൻസ് മണ്ണ് മുഴുവനും നിറഞ്ഞു പോകുന്നതാണ്. കാണുമ്പോൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ഒരു പേടി തോന്നും കേട്ടോ. ഇതിന്റെ ഈ അടുത്ത് നിൽക്കുമ്പോഴേ. മഴയൊന്നുമല്ല, നല്ല വേനലാണ്, നല്ല ചൂടുണ്ട്. പക്ഷെ മഴക്കാലത്തൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നു, നല്ല അപകടം പിടിച്ചൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ സമയത്തൊന്നും. എപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും അപകടം പ്രതീക്ഷിക്കാം. റോഡൊക്കെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. ഈ കാണുന്നതാണ് ആ വീടുകളെല്ലാം. മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളാണ് പോയത്. ഈ നദിക്കരയിൽ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ആരും ഇല്ല അവിടെ. അവരെല്ലാം
മാറ്റി താമസിപ്പിച്ചു എന്ന് തോന്നുന്നു. അവിടെ ഈ മണ്ണ് കണ്ടോ കൂമ്പാരമായി കിടക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറി ഒരു ചായ കുടിച്ചു. ഒരു ചെറിയ കടയാണ്. ഒരു ചേട്ടൻ മാത്രമാണ് ഉള്ളത് ചായ എടുക്കാനും മറ്റൊക്കെ ആയിട്ട്. അത് തന്നെ കടയാണെന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു കടയുള്ളത്. ഒരു ചെറിയൊരു പീടികയാണ്.